ഒന്നാം ക്ലാസ് അറബിക്കിലെ 116 പേജ്. ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി ഈ പേജിൽ എന്താണുള്ളത്? കുറേ ചിത്രങ്ങളുണ്ട്. അത് നോക്കുകയും അതിൻ്റെ ഈ ഭാഗത്തുള്ള എഴുതിയത് വായിക്കുകയും വേണം. ഒന്നാമത്തേത് വായിച്ചു നോക്കൂ. ഫിഷാഹിനത്തി ദുറത്തുൻ. അതിൻ്റെ നേരെ ചിത്രം എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു ലോറിയിൽ ചോളം, അല്ലേ? ചോളമല്ലേ അത്? അതെ, ലോറിയിൽ ചോളം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയത്? ഫിഷാഹിനത്തി ദുറത്തുൻ. ലോറിക്ക് എന്താ പറയുക? ഷാഹിനത്തി. ഫിഷാഹിനത്തി, ലോറിയിൽ. ദുറത്തുൻ, ദുറത്തുണ്ട്, ചോളമുണ്ട്. ഓക്കെ, ഫിഷാഹിനത്തി, ലോറിയിൽ. ദുറത്തുൻ, ചോളമുണ്ട്. അതേപോലെയാണ് ബാക്കിയുള്ളതും വായിക്കേണ്ടത്. രണ്ടാമത്തെ ചിത്രത്തിൽ ലോറിയിൽ എന്താണുള്ളത്? പൈനാപ്പിൾ ആണല്ലേ? പൈനാപ്പിൾ എന്താ പറയുക? അനാനാസ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണം വായിക്കാൻ. ഇവിടെ വായിക്കൂ. ഫിഷാഹിനത്തി അനാനാസുൻ. അനാനാസ് എന്നവിടെ എഴുതിയിട്ടില്ല, പകരം അനാനാസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ ചിത്രം നോക്കി അനാനാസ് എന്ന് വായിക്കണം. ഫിഷാഹിനത്തി അനാനാസുൻ. ഓക്കെ, ഇനി അടുത്തത് ലോറിയിൽ എന്താ ഉള്ളത്? ഇത് മുന്തിരിയാണല്ലേ? മുന്തിരിക്ക് എന്താ പറയുക? ഐനബുൻ. അതെങ്ങനെ പറയും? ഇവിടെ ഫിഷാഹിനത്തി ഐനബുൻ. ഷാഹിനത്ത് എന്ന് എഴുതിയിട്ടില്ല, പകരം ഷാഹിനത്തിന്റെ ചിത്രം കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ആ ഷാഹിനത്തിന്റെ ചിത്രം നോക്കിയിട്ട് എന്ത് പറയണം? ഫിഷാഹിനത്തി എന്ന് വായിക്കുക. ഫിഷാഹിനത്തി ഐനബുൻ. ഷാഹിനത്തിൽ, ലോറിയിൽ. ഐനബുണ്ട്, മുന്തിരിയുണ്ട്. ഇനി അടുത്തത് ലോറിയിൽ എന്താണുള്ളത്? ആപ്പിൾ ആണല്ലേ? നിറയെ ആപ്പിളും കയറ്റിയിട്ടാണ് ലോറി പോകുന്നത്. അതുകൊണ്ട് എന്ത് വായിക്കാം? ഫിഷാഹിനത്തി തുഫാഹുൻ. ലോറിയിൽ ആപ്പിൾ ഉണ്ട്. ഫിഷാഹിനത്തി, ലോറി അവിടെ എഴുതിയിട്ടില്ല, പകരം ലോറിയുടെ ചിത്രമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫിഷാഹിനത്തി എന്ന് പറഞ്ഞു. പിന്നെയോ തുഫാഹുൻ എന്നോ? അതും എഴുതിയിട്ടില്ല, അതിൻ്റെയും ചിത്രമാണ് കൊടുത്തത്. അതുകൊണ്ട് ഫിഷാഹിനത്തി തുഫാഹുൻ എന്ന് ആ ചിത്രം നോക്കി നമ്മൾ വായിക്കുക. മനസ്സിലായല്ലോ? ശരി, ഇനി അടുത്തത് നുൻഷിദു, ഒരു പാട്ട് പാടാം. ഹദീഖത്തുൻ ജമീലത്തുൻ അൽവാനുൻ അദീദത്തുൻ അസ്ഹാറുൻ കസീറത്തുൻ അസ്മാറുൻ ലദീദത്തുൻ അഅശാബുൻ സഗീറത്തുൻ അസ്ജാറുൻ തവീലത്തുൻ ഹദീഖത്തുൻ ജമീലത്തുൻ അൽവാനുൻ അദീദത്തുൻ. പൂന്തോട്ടത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. തോട്ടത്തിൽ ഒരുപാട് മരങ്ങളും പിന്നെ പൂമ്പാറ്റകളും പൂക്കളും ചെടികളും എല്ലാം ഉണ്ട്. അങ്ങനെ മനോഹരമായൊരു തോട്ടമാണ് എന്നാണ് പാട്ടിലുള്ളത്. ഇനി നഖറഉ വനുലാഹിദു, നമുക്ക് വായിക്കാം. ഇവിടെ ഒന്നാമത്തത് വായിച്ചു നോക്കൂ. ജമീലുൻ. ജമീലുൻ എന്നെഴുതിയതിൽ ചുവന്ന നിറത്തിൽ എന്താണുള്ളത്? യാ, അല്ലേ? അവിടെ എന്തിനാണ് യാ ഇട്ടത്? മീ എന്ന് നീട്ടാൻ വേണ്ടിയാണ് യാ അവിടെ ഇട്ടത്, അല്ലേ? മീ എന്ന് നീട്ടാൻ, മീ എന്ന് നീട്ടി പറയാൻ മീ എന്ന് എഴുതിയതിന് ശേഷം ഒരു യാ ഇടുക. അപ്പോൾ മീ എന്ന് നീട്ടാൻ പറ്റും. നമ്മൾ ആ എന്നും ഇ എന്നും ഉ എന്നുമാണ് നീട്ടുക അറബിയിൽ. ആ എന്ന് നീട്ടാൻ ഏതക്ഷരമാണ് ഇടുക? അലിഫ്. ഇ എന്ന് നീട്ടാൻ യാ. ഉ എന്ന് നീട്ടാനോ? വാവ്. ഇനി ഇവിടെ കബീറുൻ, ബി എന്ന് നീട്ടാൻ യാ ഇട്ടിരിക്കുന്നു. സഗീറുൻ, ഗി എന്ന് നീട്ടാൻ യാ. ലദീദുൻ, ദീ, അല്ലേ? ജദീദുൻ, ദീ എന്ന് നീട്ടാനാണ് യാ ഇട്ടത്. ഓക്കെ, അങ്ങനെ നീട്ടാൻ വേണ്ടി യാ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നീട്ടിയിട്ടുള്ള കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാരാണ്? ഫീലുൻ, ആന, അല്ലേ? ഫീലുൻ എന്നെങ്ങനെ എഴുതും? ഫീ എന്ന് എഴുതുക, യാ ഇടുക. അപ്പോൾ ഫീ എന്ന് വായിക്കണം. ഫീലുൻ കബീറുൻ. അടുത്തത് ഫീലുൻ കബീറുൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ആന. ഫീലുൻ എന്ന് പറഞ്ഞാൽ ആന, കബീറുൻ വലിയ. ഫീലുൻ കബീറുൻ, വലിയ ആന. അടുത്തതോ ഖമീസുൻ, ഷർട്ട്, അല്ലേ? ഷർട്ടിന് എന്താ പറയുക? ഖമീസുൻ. ഖമീസുൻ ജദീദുൻ. എന്താ ജദീദുൻ? ജദീദുൻ എന്ന് പറഞ്ഞാൽ പുതിയ.
ഖമീസുൻ ജദീദുൻ, പുതിയ ഷർട്ട്. ഓക്കെ, രണ്ടിലും നീട്ടാനുണ്ട് അല്ലേ? മീ എന്നും ദീ എന്നും നീട്ടി. പിന്നെ ഇത് പാലല്ലേ? അതെ, ഹലീബുൻ ലദീദുൻ. എന്താ ഹലീബുൻ ലദീദുൻ എന്ന് പറഞ്ഞാൽ? രുചികരമായ പാല്. ലദീദുൻ എന്ന് പറഞ്ഞാൽ രുചികരമായ. ഹലീബുൻ പാല്. ഹലീബുൻ ലദീദുൻ, രുചികരമായ പാല്. അടുത്തത് കോഴിയാണല്ലേ? കോഴിക്ക് എന്താ പറയുക? ദീക്കുൻ. ദീക്കുൻ സഗീറുൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സഗീറുൻ എന്നാൽ ചെറിയ. ദീക്കുൻ കോഴി. ദീക്കുൻ സഗീറുൻ, ചെറിയ കോഴി. ദീ എന്ന് നീട്ടി, ഹീ എന്നും നീട്ടി. ദീക്കുൻ സഗീറുൻ, ചെറിയ കോഴി. പിന്നെ ഇതൊരു തൂവലാണ് അല്ലേ? തൂവലിന് രീഷുൻ എന്നാണ് പറയുക. രീഷുൻ ജമീലുൻ, ഭംഗിയുള്ള തൂവൽ. രീ എന്ന് നീട്ടി, ജമീ മീ എന്നും നീട്ടി അല്ലേ? രീഷുൻ ജമീലുൻ, ഭംഗിയുള്ള തൂവൽ. ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം വാക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം കൊടുത്തിരിക്കുന്നത് ചോളമാണ് അല്ലേ? ചോളത്തിന് എന്താ പറയുക? ആ 3 വാക്കും വായിച്ചു നോക്കൂ. ദുബാബുൻ, ദുറത്തുൻ, ഹിദാഉൻ. ഏതാണ് ചോളം? ദുറത്തുൻ. അതുകൊണ്ട് അതെ, ദൂറത്തിന്റെ നേരെ ഒരു ടിക്ക് ഇടുക, ശരിയിടുക. പിന്നെ രണ്ടാമത്തത് കക്കിരിയാണ് അല്ലേ? കക്കിരിക്ക് എന്താ പറയുക? ഖിയാറുൻ. അതുകൊണ്ട് ഖിയാർ എവിടെ? 3ാമത്തതാണ് അല്ലേ? ആദ്യത്തെ വായിച്ചു നോക്കൂ. നഖലത്തുൻ, ഫർഹുൻ, ഖിയാറുൻ. 3ാമത്തതാണ് ഖിയാർ. അതിന്റെ നേരെ ടിക്ക് ഇടുക. പിന്നെ അടുത്തത് ഇതെന്താണ്? തുമ്പി അല്ലേ? തുമ്പിക്ക് എന്താ പറയുക? യഅസൂബുൻ, ബൈത്തുൻ, ലബിയുൻ. ഏതാണ് ശരി? യഅസൂബാണ് അല്ലേ? യഅസൂബനാണ് തുമ്പി. പിന്നെ ഒരു പനിനീർപ്പൂവാണ്. വായിച്ചു നോക്കൂ. ത്വാവൂസുൻ, ദൽവുൻ, വർദ്ധത്തുൻ. പനിനീർപ്പൂവിന് വർദ്ധത്തുൻ. അതുകൊണ്ട് വർദ്ധത്തിന് ടിക്കിട്ടു. ഇനി ഇത് തേനാണല്ലേ? തേൻ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. ലഫ്ദഉൻ, തവള. സഅലബുൻ, അതെ, സഅലബുൻ അസലുൻ. തേനിന് ഏതാണ് പറയുക? അസലുൻ. അസലിന് ടിക്കിട്ടു. ഓക്കെ, ഇതോടെ നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ മുഴുവൻ പാഠങ്ങളും കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് 6ാമത്തെ യൂണിറ്റ് എടുക്കാം.